ഇന്ന് പറയുന്നത് കുറച്ച് ഗൗരവമുള്ള ഒരു വിഷയം ആണ്. പക്ഷെ ആരാധ്യരായുള്ള പ്രേക്ഷകരോട് പറയാനുള്ളത് 10 മിനിറ്റിൽ ഒതുങ്ങുന്ന ഒരു കാര്യമാക്കി ഞാനിത് മാറ്റും. കുറെ ലെങ്ത് ഒന്നും വരികയില്ല. എൻലൈറ്റ്മെന്റ്, തിരിച്ചറിവ്, മോക്ഷം, റിയലൈസേഷൻ, അങ്ങനെ കുറച്ച് വാക്കുകൾ ഉണ്ട്. ദൈനംദിന ജീവിതത്തിൽ ഈ വാക്കൊക്കെ നമ്മൾ പല രീതിയിലൊക്കെ ഇങ്ങനെ പ്രയോഗിക്കാറുണ്ട്. വാക്കിന്റെ അർത്ഥം പറഞ്ഞിട്ട് ആവണം എന്നില്ല. പലപ്പോഴും തർക്കത്തിന് മുതിരാനുള്ള മടി, ഇരു കൂട്ടർ തർക്കിക്കുമ്പോൾ 2 കൂട്ടരും ആ വാക്കിന്റെ അർത്ഥം അറിഞ്ഞിടുന്നല്ല. അപ്പൊ അങ്ങനെ അർത്ഥമറിയാതെ തർക്കിക്കുമ്പോൾ എന്താണ് റിയലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സത്യത്തിനെ കണ്ടെത്തുക. അതിനെയാണ് നമ്മൾ മുക്തി എന്ന് വിളിക്കാറുണ്ട്, മോക്ഷപ്രാപ്തി എന്ന് വിളിക്കാറുണ്ട്. ആ റിയലൈസേഷൻ ശ്രീബുദ്ധന്റെ കാര്യം പറയുമ്പോൾ ബോധോദയം എന്ന് പറയും. സാരനാഥില് നിറയെ ബുദ്ധന്റെ ദേവാലയങ്ങളാണ്, പ്രതിമയാണ്. ഇപ്പൊ ഞാനൊരു ബുദ്ധപ്രതിമയുടെ താഴെ നിന്നിട്ട് ആ ബുദ്ധന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ കൂടെയുള്ള മലയാളികൾ ചില സ്ത്രീകളടുത്തേക്ക് വന്നു. എന്താ സാർ ഈ ബുദ്ധ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്നത്? റിയലൈസേഷൻ, ബോധോദയം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താ അതിന്റെ മീനിങ്? ഒന്നാമത് ഇത് ചുരുക്കി പറയാൻ പറ്റുമോ? പറയാനുള്ള അറിവ് എനിക്കുണ്ടോ? ബുദ്ധന്റെ ബോധോദയത്തെ പറ്റി പറയാനുള്ള അറിവ് എനിക്കില്ല. ഞാൻ പറഞ്ഞു എന്താണ് ഞാനത് പറയാൻ? അല്ല, എന്താ ഉണ്ടായി വെച്ചാൽ അതിങ്ങോട്ട് പറഞ്ഞു തന്നാ മതിയല്ലോ. ബുദ്ധന് ഇപ്പൊ എന്താ കിട്ടിയെന്നിട്ട് പറഞ്ഞു തന്നാ പിന്നെ ഞങ്ങൾ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന്. ആ ഒരു പ്രക്രിയ എന്നുള്ളത്, ആ ബോധോദയം, റിയലൈസേഷൻ എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഏതൊന്ന് കിട്ടിയാൽ നമുക്ക് വേറൊന്നും വേണ്ടയോ അതല്ലേ കിട്ടേണ്ടത്. എന്നെ സ്വാധീനിച്ചൊരു വരിയാണ്. നമുക്കിപ്പോ പലതും ആവശ്യമുണ്ട്. എത്ര കിട്ടിയാലും മതിയാവൂ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, ഉച്ചയായ ചോറുണ്ണട്ടെ. എന്താ ഈ മതിയാവലുണ്ടോ? മുതലുണ്ടാക്കിയിട്ട് മതിയായവരുണ്ടോ? വലിയ പ്രഗത്ഭനായ സന്യാസി എന്നോട് പറയുകയാണ്, പിന്നെന്താ, കാശല്ലേ, അവിടെ ഞാൻ വാങ്ങി വെച്ചു. അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചൊരു വരിയല്ല. പിന്നെന്താ, തന്നത് കാശല്ലേ, എത്ര കിട്ടിയാലാ മതിയാവുക? ഏതൊന്ന് കിട്ടിയാൽ ഇനി ഒന്നും വേണ്ടോ? അതാണ് കിട്ടേണ്ടത്. അതെന്താണ്? അതിനെ നിങ്ങൾ പരമാത്മാവ് എന്ന് വിളിച്ചോളൂ, പരാശക്തി എന്ന് വിളിച്ചോളൂ, ഈശ്വര വിശ്വാസം എന്ന് വിളിച്ചോളൂ, ഭക്തി എന്ന് വിളിച്ചോളൂ, മോക്ഷം എന്ന് വിചാരിച്ചോളൂ. കിട്ടേണ്ടതിന്റെ മാക്സിമം കിട്ടിക്കഴിഞ്ഞവൻ തൃപ്തനായിരിക്കും. അവരെ കണ്ടറിയാം, മുഖത്ത് അസംതൃപ്തി ഉണ്ടാവില്ല. രാവിലെ എണീറ്റ് ഒരു 10 ആളെ ചീത്ത പറഞ്ഞാലേ സമാധാനമുള്ളൂ. ചീത്ത പറയാൻ സമാധാനമുള്ളൂ, എളുപ്പമാണല്ലോ വിമർശനം. അപ്പൊ ബുദ്ധിയാവാൻ കഴിയുമല്ലോ. ഈ പരമാത്മാവിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ പുരാണങ്ങളിൽ ശ്രീകൃഷ്ണൻ ആണ്. ശ്രീകൃഷ്ണനെ പോലുള്ളൊരു കഥാപാത്രം ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. വേദവ്യാസൻ ആ കൃഷ്ണനെ കുറിച്ച് പറഞ്ഞ അത്ഭുതകരമായുള്ള രീതിയിലാണ്. കൃഷ്ണന്റെ കഥയെ റിയലിസവുമായിട്ട് ബന്ധിപ്പിക്കരുത്.
കൃഷ്ണൻ ഒറ്റയ്ക്കാണ്. ആ ഒറ്റയ്ക്കായിട്ട് ഓരോ ചലനത്തെയും കൃഷ്ണൻ നമുക്ക് ചിന്തിക്കാനുള്ള കാരണമാക്കി മാറ്റി. മനുഷ്യരാശി പുരോഗമിച്ച് ബാക്കി ഗ്രഹങ്ങളിലേക്ക് യാത്ര പോകുന്നത് സാധാരണ സംഭവമായിട്ട് മാറുന്ന ഒരു കാലം വരും. വീട്ടുമുറ്റത്തുനിന്ന് സ്കൂട്ടർ കയറിയാൽ മേപ്പെട്ടാട് പൊന്തും. പിന്നെ ട്രാഫിക്കിന്റെ പ്രശ്നമില്ല. മാറ്റം വരാൻ പോവാ. അങ്ങനെയൊക്കെ വന്നിരുന്നാലും അതിന് അന്നും അത്ഭുതകരമായിട്ട് കൃഷ്ണൻ നിൽക്കും. കൃഷ്ണൻ പരമാത്മാവ്, പുരുഷൻ, ബാക്കിയെല്ലാം ജീവാത്മാക്കൾ. അവരെ സ്ത്രീകൾ എന്ന് വിളിക്കണമെന്നേ ഉള്ളൂ. കൃഷ്ണൻ ഓടക്കുഴൽ പുറപ്പെടുവിക്കുമ്പോൾ ചുറ്റും ഗോപികമാരുടെ ചിത്രം കാണുമ്പോൾ ആ ഗോപികമാരെന്ന് പറഞ്ഞാൽ പുരുഷന്മാരനാണ്. പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കാതെ എന്തു വേണം, ഒക്കെ സ്ത്രീകള് ഗോപികമാര് നമ്മൾ പറഞ്ഞേ ഉള്ളൂ. ഇവിടുത്തെ ജീവാത്മാക്കൾ മുഴുവൻ സ്ത്രീകളാ, പുരുഷനില്ല. ഭക്തമീര പറഞ്ഞു, നീ നിന്റെ പുരുഷനെ ഉപേക്ഷിച്ചോ എന്ന് ആരോ ചോദിച്ചപ്പോ ഭക്തമീര ചോദിച്ചു, പുരുഷനോ? പുരുഷനെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ലല്ലോ. പുരുഷൻ പരമാത്മാവ്, ബാക്കിയൊക്കെ സ്ത്രീകൾ. നമ്മൾ സൗകര്യത്തിന് പേരിട്ടവരെ പുരുഷനെന്നും ഒക്കെ മാറ്റി സാരി വെച്ചവരെ സ്ത്രീനെ വിളിക്കുന്നുള്ളൂ. സ്ത്രീകളെ ഉള്ളൂ. അതാണ് കൃഷ്ണന്റെ ഓടക്കുഴൽനാദം കേട്ടപ്പോ ഗോപികമാർ പോയി പറഞ്ഞാൽ, ആ ഗോപികമാർ എന്ന് പറഞ്ഞാൽ അത് സ്ത്രീ സമുദായങ്ങളില്ല. ആ ഗോപികമാരിൽ ആരൊക്കെ ഉണ്ട്? തീരെ ചെറിയ കുട്ടി, ഓടിയടക്കാൻ പ്രായമുള്ള 3 വയസ്സായ കുട്ടി മുതൽക്ക് വൃദ്ധന്മാർ വരെയും വൃദ്ധകൾ വരെയും ഉണ്ട്. ഇതാണ് ഗോപസ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അതിന് സ്ത്രീകളായിട്ട് സങ്കല്പിച്ച എത്രയോ പേരുടെ ഭർത്താക്കന്മാരുള്ള സ്ത്രീകളാണ്. ജീവാത്മ പരമാത്മ ബന്ധമാണ് അവിടെ പറയുന്നത്. അതിൽ നിന്നാണ് നമ്മുടെ മഹത്തായ കവിതകൾ ഉണ്ടായത്. ഈയിടെ ഒരു കവി പറഞ്ഞതാണ്, ഗന്ധത്തിൽ വായിച്ചതാണ്, അങ്ങനെ എല്ലാ സ്ത്രീകളും പോവുകയാണ്. നമ്മളൊക്കെ ഈ ഓടക്കുഴൽനാദം കേട്ട് ഓരോ രീതിയിൽ ജീവിതത്തെക്കുറിച്ച് ഭ്രമിച്ച് വച്ചായവരാണ് നമ്മളൊക്കെ. ആ ഓടക്കുഴൽനാദം അനുസരിച്ച് തുള്ളുകയാണ് ചെയ്യുന്നത്. ഒരു സ്ത്രീയോട് പോവരുതെന്ന് പറഞ്ഞു, അല്ല എനിക്ക് പോയേ പറ്റൂ. ബഹളായി. ആ സ്ത്രീയെ ബന്ധുക്കൾ പൂട്ടിയിട്ടു. പുറത്തേക്ക് പോവാൻ പാടില്ല. പിന്നെ ജീവിതം നടക്കൂ. ആ സ്ത്രീയെ പൂട്ടിയിട്ടു. എന്നാൽ ഇവിടെ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ വ്യക്തിയല്ല. ഇക്കാരണം കൊണ്ട് തന്നെ കൃഷ്ണനെ കാണാതെ ആയപ്പോ രാധയ്ക്ക് മാനസിക വിഷമം വന്നു ഒരു തവണ. അപ്പൊ രാധ പറഞ്ഞു, ഭൗതികത്തിലെ കൃഷ്ണന് ദുഃഖകാരണമാണ് കേട്ടോ, എനിക്കിനിപ്പോ ഈ കൃഷ്ണൻ വേണ്ട. കൃഷ്ണനെ ആരോ ഒരു വ്യക്തിയായിട്ട് ഞങ്ങൾ സങ്കല്പിച്ച് ഭൗതിക രൂപത്തിൽ കാണുന്ന കൃഷ്ണൻ, ഭൗതികത്തിലെ കൃഷ്ണൻ ദുഃഖകാരണം. നമ്മളൊക്കെ ഭൗതികത്തിൽ കാണുന്ന എന്തും ദുഃഖകാരണം. പുത്രൻ, പുത്രി, അച്ഛൻ, അമ്മ, അവര് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുള്ള വളരെ വലിയൊരു സംവിധാനമാണ് അവര്. ഈ ഭൗതികത്തിലെ ഈ വ്യക്തിയല്ല, അത് ശരീരമാണ്. എനിക്ക് എൻ്റെ അകത്ത കൃഷ്ണൻ മതിയെന്ന്. ഈ കവി പറയുകയാണ്, ഏറ്റവും ആദ്യം റിയലൈസ് ചെയ്തത് പൂട്ടിയിട്ട അവിടെ ഇരുന്ന് കൃഷ്ണനെ സങ്കല്പിച്ച സ്ത്രീക്കാണ് റിയലൈസേഷൻ, എൻലൈറ്റ്മെന്റ് ആദ്യം ഉണ്ടായത്. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലുള്ളൊരു പ്രക്രിയയുടെ ഒരു കാര്യമല്ല. ഭൗതികമായ വാക്കുകളെ കൊണ്ട് പറയാൻ കഴിയില്ല. അല്ലാതെ കൃഷ്ണൻ ഓടത്തിരുന്ന് ഓടക്കുഴൽ വിളിച്ചു, ആ നാട്ടിലെ സ്ത്രീകള് ഇവിടെ സ്ത്രീയുടെ വ്യാഖ്യാനം ഞാൻ പറഞ്ഞു, അവരൊക്കെ ഓടിപ്പോയി നൃത്തം ചെയ്തു എന്നല്ല. ആ നൃത്തവും രാസക്രീഡയുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ
കൃഷ്ണനാണെങ്കിലും ബുദ്ധനാണെങ്കിലും റിയലൈസ് ചെയ്യുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. ചിന്തയ്ക്ക് വിട്ടു വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.